അഭിഷേക് ഇവിടെ ഒന്നും ചെയ്തില്ല, അതുകൊണ്ട് അഭിഷേക് ഇവിടെ നിന്ന് പുറത്തു പോകണം എന്നാണ് ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത്. രണ്ടുപേരിൽ ഒരാളെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടത്, തീരുമാനം എടുക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞത്, രണ്ടുപേരും കൂടെ ആലോചിച്ചിട്ട്. എന്നാൽ ജാസ്മിൻ പറഞ്ഞു, ഞാൻ ഈ ഒരു വീക്ക് മുഴുവൻ പണിയെടുത്തിട്ടുണ്ട്, അത് ഇവിടെ വന്നിട്ടുള്ള ഗസ്റ്റുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്ന ഗസ്റ്റായിട്ടുള്ള സാബുമോനൊക്കെ പറഞ്ഞത് അഭിഷേക് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, അഭിഷേക് ഒരു കാര്യം പോലും ഇവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ജാസ്മിൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കാൻ എന്തുകൊണ്ടും യോഗ്യത ഉള്ള ആളാണ്, എനിക്ക് മാത്രമാണ് യോഗ്യത ഉള്ളത്. ഈ വീക്ക് ഞാൻ കുറേ കാര്യങ്ങൾ പണിയെടുത്തു. ഇവിടെ ഉണ്ടായിരുന്ന അടി പോലും ഞാൻ കാരണം ഉണ്ടായതല്ല, ഞാൻ കാരണം ഉണ്ടായ ഒരു കാര്യമാണെങ്കിൽ ലാലേട്ടനും വന്ന ഗസ്റ്റുകളും എന്തെങ്കിലും എൻ്റെ ഒരു കുറ്റം പറഞ്ഞേനെ. എൻ്റെ ഒരു കുറ്റം ആരും പറഞ്ഞില്ല, തെറ്റ് ചെയ്തത് റസ്മിനാണ് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നത്തിൽ എനിക്കൊരു ഉത്തരവാദിത്വവും ഇല്ല. ഞാൻ ഇവിടെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു, റോബോട്ടായിരുന്നപ്പോഴും അതുപോലെ തന്നെ ഡ്യൂട്ടി ആണെങ്കിലും എല്ലാ ഡ്യൂട്ടിയും ഞാൻ പക്കാ ചെയ്യുകയും ഞാൻ നന്നായിട്ട് ഗെയിം കളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കണം, ഞാൻ ഇവിടെ നിൽക്കാൻ യോഗ്യനാണ്. അഭിഷേക് ഇവിടെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് അഭിഷേക് നോമിനേഷനിൽ പോകണമെന്നാണ് അഭിപ്രായം എന്നാണ് ജാസ്മിൻ പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ വീക്ക് ജാസ്മിൻ പറഞ്ഞത് ഗബ്രി പോയി കഴിഞ്ഞാൽ ഞാനും പോകും, ഗബ്രി ഇല്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെയാണ്. ഗബ്രി സീക്രട്ട് റൂമിൽ ഇല്ല എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ ക്വിറ്റ് ചെയ്ത് പോകുമെന്നാണ്. അതൊക്കെ ജാസ്മിൻ മറന്നിരിക്കുകയാണ്. ലാസ്റ്റ് അവർ തീരുമാനം എടുക്കാത്തതുകൊണ്ട് രണ്ടുപേരും നോമിനേഷൻ ലിസ്റ്റിലുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ.